സ്വാമി വിവേകാനന്ദനെ ആത്മീയ ഗുരുവായി ആരാധിച്ച ബാല്യം. പരീക്ഷകളിലെല്ലാം ഒന്നാം റാങ്കോടെ വിജയിച്ച് നാടിന്റെ അഭിമാനമായി മാറുമ്പോഴും വിശ്വവിജയിയായ വിവേകാനന്ദനായിരുന്നു മനസ്സിൽ. പിന്നീട് മൈക്രോബയോളജിയിൽ ഗവേഷണ ബിരുദം നേടി സയന്റിസ്റ്റായി. എങ്കിലും പുത്തേഴത്ത് രാമൻ മേനോന്റെ മകൾ ഡോക്ടർ ലക്ഷ്മി കുമാരിക്ക് താല്പര്യം ഭൗതിക ജീവിതത്തിന്റെ വെള്ളി വെളിച്ചങ്ങളിലോ ഉന്നതമായ സർക്കാർ ജോലിയിലോ ആയിരുന്നില്ല. വേദാന്തത്തിന്റെ ഉന്നത ഗിരിശൃംഗങ്ങൾ കീഴടക്കിയ ഭാരതത്തിന്റെ ആ യുവ സന്യാസിയുടെ സ്വാമി വിവേകാനന്ദന്റെ പാദങ്ങളിൽ ആത്മസമർപ്പണം നടത്തുകയെന്നതായിരുന്നു ആത്യന്തികമായ ലക്ഷ്യം. അതിന് വഴിവിളക്കായതാകട്ടെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രചാരകനായ ഏകനാഥ് റാനഡെയും. കന്യാകുമാരിയിലെ വിവേകാനന്ദ കേന്ദ്രത്തിൽ ഏകനാഥ് റാനഡെയുടെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടതും മറ്റാരുമായിരുന്നില്ല. ഭാരതത്തിന്റെ ആധ്യാത്മിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ വിവേകാനന്ദ കേന്ദ്രം ചെലുത്തിയ സ്വാധീനത്തിൽ നിർണായക പങ്കുവഹിച്ച കർമ്മയോഗിനി ഡോക്ടർ ലക്ഷ്മി കുമാരി. എല്ലാവരുടെയും ലക്ഷ്മി ദീദി. ബ്രേവ് സല്യൂട്ട്. എല്ലാവർക്കും ഒരു അത്ഭുതമാണ്, ഒരു സയൻറ്റിസ്റ്റൊക്കെ ആയിരുന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാനെങ്ങനെ വിവേകാനന്ദ ചരണങ്ങളിലേക്ക് വന്നതെന്ന്. അതിൽ അത്ഭുതമൊന്നുമില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് വിവേകാനന്ദ സ്വാമി ഭാരത നഭോമണ്ഡലത്തിൽ തെളിഞ്ഞു നിന്നിരുന്ന കാലങ്ങളാണ്. 1948 മറ്റോ എൻ്റെ അച്ഛൻ അന്നത്തെ കൊച്ചിൻ സ്റ്റേറ്റിലെ ഹൈക്കോടതി ജഡ്ജായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്തിട്ട് വന്ന് നാട്ടിൽ തൃശ്ശൂർ ഞങ്ങളുടെ ലക്ഷ്മി നിലയത്തിൽ ഞങ്ങൾ സെറ്റിൽ ചെയ്തപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല, വിവേകാനന്ദ സ്വാമിയുടെ നിയോഗം കൊണ്ടായിരിക്കണം, അദ്ദേഹം സ്വാമിജിയുടെ ഷിക്കാഗോ പോസ്റ്റിലുള്ള ചിത്രം കൊണ്ടുവന്ന് നമ്മുടെ നടുത്തളത്തിൽ വെച്ചു. ഒരു സായന്ത്രം വേള എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മണി 4 ഒരു സമയമാണ്, 3-നും 4-നും ഇടയ്ക്കാണ്. ആ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് എന്തെന്നില്ലാത്തൊരു അട്രാക്ഷൻ തോന്നി. അപ്പം അന്ന് ഞാൻ മനസ്സുകൊണ്ടല്ല ഉറക്കെ തന്നെ പറഞ്ഞു, സ്വാമിജി ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ കൂടെ പോയേനെന്ന്. അങ്ങനെയാണ് സ്വാമിജിയുമായിട്ടുള്ള എൻ്റെ ആദ്യത്തെ ആത്മസമർപ്പണം. പിന്നെ കുട്ടിയല്ലേ, അതിനെപ്പറ്റി അത്ര കാര്യമായിട്ടൊന്നും ചിന്തിച്ചില്ല. പക്ഷെ ഒരു കാര്യമുണ്ടായിരുന്നു, സ്വതവേ ഞാൻ പഠിത്തത്തിലും എല്ലാത്തിലും ഫസ്റ്റ് റാങ്കിൽ പോകുന്ന ആളായിരുന്നു. അതിൽ നിന്ന് താഴെ വരാൻ പാടില്ല. വിവേകാനന്ദ സ്വാമിയെ മനസ്സിൽ വെച്ചുകൊണ്ട് 1ാം സ്ഥാനത്ത് നിന്ന് താഴെ പോകാൻ പാടില്ല എന്നുള്ളൊരു വിചാരം എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പഠിത്തത്തിലൊക്കെ എപ്പോഴും മുമ്പിൽ തന്നെയായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് SSLC പാസ്സായി എറണാകുളത്ത് മഹാരാജാസിൽ നിന്ന് BSc എടുത്തു. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് MSc ഇൻ ബോട്ടണി എടുത്തു. അപ്പോൾ അതിനുശേഷം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യാനായിട്ട് പോയി. അപ്പം അന്ന് ഇതൊക്കെ വളരെ അപൂർവമാണ്. കേരളത്തിൽ മുഴുവനും അന്ന് MScക്ക് 7 സീറ്റേ ഉള്ളൂ ബോട്ടണി. അതേമാതിരി തന്നെ ഇവിടുന്ന് സ്കോളർഷിപ്പുകൾ, അന്ന് ജോലികളൊന്നുമില്ല. സ്കോളർഷിപ്പുകളൊക്കെ ഭാരതം സ്വതന്ത്രമായി വന്നിട്ട് പുതിയ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ ജോലി സാധ്യതകളൊക്കെ വളരെ കുറവാണ്. എൻ്റെ ആദ്യത്തെ ജോലി കേരളവർമ്മ കോളേജിൽ ഒരു ഡെമോൺസ്ട്രേറ്ററായിട്ടാണ്. അപ്പോൾ തൃശ്ശൂർ തന്നെ രാമകൃഷ്ണ മിഷനും ശാരദാ മിഷനൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛൻ അവരുമായിട്ടൊക്കെ വളരെയധികം ക്ലോസ്ലി റിലേറ്റഡാണ്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ ഇടയ്ക്ക് പോകും, സ്വാമിജിയുടെ പുസ്തകങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്കോളർഷിപ്പ്. കേരളവർമ്മ കോളേജിൽ എൻ്റെ ആദ്യത്തെ ജോലിയിലെ ശമ്പളം 60 രൂപയായിരുന്നു. അതിൽ കയ്യിൽ വയ്ക്കാനൊന്നും ഉണ്ടാവില്ല. റിക്ഷക്കാരനും ടിഫിൻ കൊണ്ടുവരുന്ന ആൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് കയ്യിൽ ബാക്കി ഒരു 30 രൂപയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്കോളർഷിപ്പ് 200 rupees പെർ മന്ത് മദ്രാസിൽ. അപ്പോൾ അതിന് അപ്ലൈ ചെയ്തപ്പോൾ വേഗം കിട്ടി. എന്നുവെച്ചാൽ ഇവിടുത്തെ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുമ്പോൾ പിന്നെ കിട്ടാതിരിക്കാൻ വഴിയില്ല. അങ്ങനെ മദ്രാസിലാണ് എൻ്റെ ഒരു
പുതിയ ജീവിതം ആരംഭിച്ചത്. അതിന് കാരണം നാട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞു എന്ന് വെച്ചാൽ ഒരു വലിയ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് കല്യാണാലോചനകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങും. അപ്പോൾ പിന്നെ അതിനൊന്നും ചെറുത്ത് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടണം. അപ്പോൾ അതിനെ രക്ഷപ്പെടാനുള്ള വഴിയായിട്ടാണ് എനിക്ക് സയൻറ്റിസ്റ്റ് ആവണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്നൊക്കെ സമ്മതമൊക്കെ വാങ്ങി മദ്രാസിലേക്ക് പറഞ്ഞത്. പിന്നെ അവിടുന്ന് പിന്നെ അവർ കൈവിട്ടു. ഇനി ഇതിനെ പിടിച്ചാൽ കിട്ടില്ല എന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ അവിടുന്ന് പഠിച്ച് അപ്പോൾ മദ്രാസിലിരിക്കുമ്പോൾ രാമകൃഷ്ണ മഠമായിട്ടൊക്കെ വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിരുന്നു. സ്വാമി രംഗനാഥാനന്ദജി മഹാരാജ് 13ാമത്തെ പ്രസിഡൻറ്റ് രാമകൃഷ്ണൻ, അദ്ദേഹം അച്ഛൻ്റെ വലിയൊരു സുഹൃത്തായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഞാനൊരു മകളെ മാതിരിയായിരുന്നു. അപ്പോൾ എപ്പോഴും ഇങ്ങനെ അദ്ദേഹത്തിൽ നിന്നുള്ള ഇൻസ്പിറേഷനൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ പോസ്റ്റ് ഡോക്ടറൽ വർക്ക് അത് റഷ്യയിൽ ഇന്നത്തെ ഈ കീവ് ഉണ്ടല്ലോ, കീവിലുള്ളൊരു ലാബറട്ടറിയിലായിരുന്നു, യുക്രൈനിയൻ അക്കാഡമി ഓഫ് സയൻസസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 70-ൽ ഞാൻ ഡൽഹിയിൽ തിരിച്ചെത്തി കഴിഞ്ഞിട്ട് ഞാനവിടെ ജോലിയിൽ പ്രവേശിച്ചു. ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ സയൻറ്റിസ്റ്റായിട്ട് ആഗ്രഹത്തിനൊത്ത മാതിരി ജോലിയൊക്കെ ആയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ 75-ലാണെന്നാണ് എൻ്റെ ഓർമ്മ, ഒരു വിവേകാനന്ദ ജയന്തി സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ വിവേകാനന്ദ ശിലാസ്മാരകത്തിൻ്റെ പണി കഴിഞ്ഞു, വിവേകാനന്ദ കേന്ദ്രം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ഥാപകനായിരുന്ന ഏകനാഥ്ജി റാനഡെ അവിടെ വന്ന് അദ്ദേഹം സ്വാമി ചിന്മയാനന്ദ, കൃപലാനി ഇവരൊക്കെയായിരുന്നു പ്രധാന വ്യക്തികൾ. അപ്പോൾ ഇങ്ങനെ 3 തലയെടുപ്പുള്ള ആൾക്കാർ. അപ്പോൾ എനിക്ക് വിവേകാനന്ദൻ്റെ ഇവിടെ കേൾക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊന്ന് പോയി, ഭാരതീയ വിദ്യാഭവനിലായിരുന്നു ആ പ്രോഗ്രാം നടന്നിരുന്നത്. അപ്പോൾ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ചെറിയ സ്റ്റോളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞു, നിങ്ങൾക്കിവിടെ ബ്രാഞ്ച് ഉണ്ടോ? എനിക്ക് വലിയ ഇഷ്ടമാണ് സ്വാമിജിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട്. അപ്പോൾ അവർ അന്ന് പേട്രൺ സ്കീമുണ്ട് വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ, ₹1 ഒരു മാസം, അത്രയേ ഉള്ളൂ. 12 രൂപയുടെ ഒരു വർഷം 12 രൂപ കൊടുത്ത ഒരു പേട്രൺ എന്നുള്ള നിലയിൽ. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ മേടിച്ച പേട്രണൊക്കെ ആയി. അപ്പോൾ പിന്നീട് അവർ വിടണു. അവിടുത്തെ അന്നത്തെ സെക്രട്ടറി മണിയൻജി, അദ്ദേഹം പിന്നെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സെക്രട്ടറിയൊക്കെ ആയിരുന്നു. പിറ്റേ ദിവസം വന്നു അദ്ദേഹം എൻ്റെ ലാബറട്ടറിയിലേക്ക്, എന്നെ ശരിക്കും മൂക്കിട്ട് പിടിക്കാനായിട്ട് തന്നെ. അതിനുശേഷം പിന്നെ വിവേകാനന്ദ കേന്ദ്രത്തിനോടുള്ള തുടർവ് വെച്ചത്. അതപ്പോൾ ഏകദേശം ഒരു 75 നിന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡൽഹിയിൽ ഏകനാഥ്ജി റാനഡെ എപ്പോഴും വരുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരിക്കും, അദ്ദേഹം പരിപാടികളിലൊക്കെ പങ്കെടുക്കും. എന്നെ ഡൽഹിയിലുള്ള വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ വൈസ് ചെയർമാനായിട്ട്, ജുൻജുൻവാലയായിരുന്നു ചെയർമാൻ, ഞാൻ വൈസ് ചെയർമാനായിരുന്നു. അങ്ങനെ കുറേ കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ കാശ്മീരിലെ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്, അരുണാചൽ പ്രദേശിലെ പരിപാടികളൊക്കെ. അങ്ങനെ അവർക്കൊക്കെ എന്നെ പരിചയമായി തുടങ്ങി കേന്ദ്രത്തിലുള്ളവർക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകനാഥ്ജിക്ക് സുഖമില്ലാതെയായി. അവിടെ വന്ന് ചികിത്സയിൽ എന്നുള്ള മാതിരി കുറച്ചിങ്ങനെ ബോധം ഇങ്ങനെ തെളിഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും പെർഫെക്റ്റ് ആയിട്ടില്ല. അപ്പോൾ അവിടെ ഒരു നല്ലൊരു വീട്ടിൽ അദ്ദേഹത്തിൻ്റെ താമസം അറേഞ്ച് ചെയ്തിരുന്നു, മെഡിക്കൽ കെയറിന് വേണം എന്ന് വിചാരിച്ചിട്ടൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ശനി ഞായറൊക്കെ ഇങ്ങനെ പോയിരിക്കുക. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുപോകും, ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടുപോകും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു തുടങ്ങി, നിനക്ക് സ്വാമിജിക്ക് വേണ്ടി ജീവിതം അർപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്തിനു ഈ മൈക്രോസ്കോപ്പിൻ്റെ ഉള്ളിൽ കൂടെ നോക്കി കാലം കഴിക്കണു? അതൊക്കെ വിട്ടു വന്നൂടെ? ചിന്തിക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചോദിക്കുക രംഗനാഥാനന്ദജി മഹാരാജിനോടാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഞാൻ വിവേകാനന്ദ കേന്ദ്രത്തിൽ ചേരട്ടെ സ്വാമിജി? അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ വേണ്ട. ദാറ്റ് മസ്റ്റ് ബി ഇൻ 78, 80 ആ കാലങ്ങളിലൊക്കെ ആയിരിക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഇന്ന് നമ്മുടെ സമുദായം ഒരു കുഷ്ഠരോഗിയുടെ ശരീരം മാതിരിയാണ്. എവിടെ തൊട്ടാലും മുറിവുകളും ചതവുകളും ചോരയും ചലവുമൊക്കെ ഉള്ളൂ. പക്ഷേ ഇത് തുടരില്ല, ഒരു നല്ല കാലം വരും. ആ സമയത്ത് കുറച്ച് ലിവിങ് ടിഷ്യൂസ് മസ്റ്റ് ബി ദർ. ജീവസുറ്റ കുറച്ച് ടിഷ്യൂ, ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ടിഷ്യൂസിൻ്റെ ഇടയിൽ ജീവസുറ്റ കുറച്ച് ടിഷ്യൂകൾ ആവശ്യമാണ്.
ഐ വോണ്ട് യു ടു ബിക്കം വൺ ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് ലാബറട്ടറിയിലാണ് ജോലി ചെയ്യണേ, അതൊക്കെ ഇതില്ല. പക്ഷെ വേറെവർ യു ആർ, യു സ്റ്റാൻഡ് എ പാർട്ട്. അങ്ങനെ സ്വന്തമായിട്ടുള്ളൊരു വ്യക്തിത്വത്തിൽ നീ ജീവിക്കാൻ പഠിക്കുക എന്നാണ് എന്നെ ഉപദേശിച്ചത്. അപ്പോൾ ഞാൻ പിന്നെ ഏകരാജോട് പറഞ്ഞു, ഇപ്പം അല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിരുന്നു. അപ്പം ഞാൻ ഏകനാഥോട് പറഞ്ഞേ, അച്ഛനില്ല, ഇനിയിപ്പോൾ അമ്മ സമ്മതിക്കുമോ എന്ന് അറിയില്ല. അമ്മയ്ക്ക് ഞാൻ സന്യാസിനിയാവണത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ സന്യാസിയായിട്ട് പോയേനെ. സന്യാസിനെ ആവുന്നത് ഇഷ്ടമല്ല. അമ്മ എന്താ പറയുകയെന്ന് വെച്ചപ്പോൾ ഏകനാഥ് എന്നോട് പറഞ്ഞു, നോക്കൂ, ഇത് ഞാനല്ല നിന്നോട് പറയുന്നത്, നിൻ്റെ ഗുരു എന്നിൽ കൂടി നിന്നോട് സംസാരിക്കുകയാണ്. നീ പോയി അമ്മയെ കണ്ടോളൂ, അമ്മ 100% അമ്മ സമ്മതിക്കും എന്ന് അദ്ദേഹം ഉറപ്പ് തന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ വരേണ്ട സമയമായിരുന്നു. അമ്മയുടെ പിറന്നാളിനൊക്കെ ഞങ്ങൾ ഒത്തുകൂടും. അപ്പോൾ അങ്ങനെ നാട്ടിൽ വരുന്ന സമയത്ത് അമ്മയുടെ പിറന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഞാൻ പതുക്കെ പറഞ്ഞു, അമ്മേ, ഞാനിങ്ങനെ വിവേകാനന്ദ കേന്ദ്ര കന്യാകുമാരിയിലേക്ക് ആത്മസമർപ്പണം ചെയ്ത് പൊക്കോട്ടെ. മഹാമനസ്വിനിയായ അമ്മ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ എന്നോട് പറഞ്ഞു, നിനക്കതല്ലേ ആയിരുന്നു കുട്ടിക്കാലം മുതൽക്കുള്ള ആഗ്രഹം, അങ്ങനെ തന്നെ ആയിക്കോട്ടെ, പൊക്കോളൂ, അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഏകനാഥ്ജി അവിടെ എന്നെ കാത്തിരിക്കുക കന്യാകുമാരിയിൽ. അവരുടെ ഒരു ആനുവൽ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വരുന്നുണ്ട് കന്യാകുമാരിയിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് കണ്ടീഷനിലാണ് വരികയെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹം വേഗം, ഞാൻ കന്യാകുമാരിക്ക് പോയി. എന്നെ കണ്ടത് അദ്ദേഹത്തിന് സമാധാനമായി. ഓ, നീ വന്നു അല്ലേ, ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു, എത്ര ദിവസമായിരുന്നു ഞാൻ ഉറങ്ങിയിട്ട്, നീ വരുമോ ഇല്ലയോ എന്നുള്ള ചിന്തയിലായിരുന്നു. അമ്മ എന്ത് പറഞ്ഞു? പറഞ്ഞു, അമ്മ സമ്മതിച്ചു പറഞ്ഞു. സന്തോഷമായി. പിറ്റേ ദിവസത്തിൽ തന്നെ അദ്ദേഹത്തിനെ ജോയിൻറ്റ് സെക്രട്ടറി ആക്കി. അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം സുഖമില്ലാത്ത കാരണം കമ്മിറ്റിക്ക് അവിടെ ഒരു വർക്കിംഗ് പ്രസിഡൻറ്റിനെ വെച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഏകനാഥ്ജി, അപ്പോൾ അദ്ദേഹം വളരെ സ്റ്റേണായിട്ടുള്ള ഒരാളാണേ. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ആരെ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് വെക്കണേ? ലക്ഷ്മിയാണെങ്കിൽ എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഒരു പ്രൊമോഷൻ, ജോയിൻറ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്ന ആൾ പോയിട്ട് വർക്കിംഗ് പ്രസിഡൻ്റായി. അപ്പോഴും എനിക്ക് ഈ ഓർഗനൈസേഷണൽ കപ്പാസിറ്റി ഒന്നുമില്ല. നമ്മൾ ഈ 10-25 കൊല്ലം മൈക്രോസ്കോപ്പിൽ കൂടെ അണുജീവികളെ പറ്റി പഠിച്ചതല്ലാതെ വേറെ അതിൽ നിന്ന് തലപൊക്കിയിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ശരി, ഏകനാഥ്ജി ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തിൽ ഞാൻ വേഗം എന്ന് പറഞ്ഞു. പക്ഷേ വർക്കിംഗ് പ്രസിഡൻ്റ് ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നി, ഇനി ഞാൻ ഈ ജോലി വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. അപ്പോൾ ഏകനാഥ്ജി എന്നോട് ജോലി വിടുമെന്നൊന്നും പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ഞാൻ ഡൽഹിയിൽ തിരിച്ചു വന്നു, ജോലിയിൽ തുടരുകയാണ്. വർക്കിംഗ് പ്രസിഡൻ്റ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഈ ഒരു ഓൾ ഇന്ത്യ സ്ഥാപനത്തിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റ് ഈ ലാബറട്ടറിയിൽ ജോലി ചെയ്യാന്ന് പറയുന്നൊരു സുഖമില്ല. അപ്പം ഞാൻ നിശ്ചയിച്ചു ഇനി റിസൈൻ ചെയ്യുകയാണെന്നുണ്ട്. എന്നിട്ട് അങ്ങനെ ഞാൻ റെസിഗ്നേഷൻ എഴുതി കൊടുത്തു. 82 മാർച്ചിൽ കംപ്ലീറ്റായിട്ട് ആത്മസമർപ്പണം ചെയ്തു വിവേകാനന്ദ കേന്ദ്രത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏകനാഥ്ജി എവിടെ ഉണ്ടാവും, ഏകനാഥ്ജിയുടെ കയ്യും പിടിച്ചിട്ട് എനിക്ക് നടക്കാൻ പഠിക്കണം, കേന്ദ്രത്തിനെ കൊണ്ട് നടക്കാൻ പഠിക്കണം, ഏകനാഥ്ജി ഉണ്ടല്ലോ. പക്ഷേ ആ ഓഗസ്റ്റിൽ അദ്ദേഹം നിര്യാതനായി. അപ്പോൾ എന്തെന്നില്ലാത്തൊരു വിഷമായി എനിക്ക്. എന്താ വെച്ചാൽ ഇത്രയും വലിയൊരു സ്ഥാപനം കൊണ്ടു നടക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഞാൻ കുറച്ച് മാസങ്ങളെ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് തന്നെ ഇരുന്നിട്ടുള്ളൂ. എന്താ വേണ്ടേ, ഞാൻ ആദ്യമൊന്നും സമ്മതിച്ചില്ല. അപ്പോൾ അവർ രംഗനാഥാൻ്റെ അടുത്തേക്ക് പോയി, കമ്മിറ്റി മെമ്പേഴ്സ്. സ്വാമിജി എന്നെ പറയൂ, സ്വാമിജി പറഞ്ഞാലേ ദീദി കൂട്ടാക്കുള്ളൂ എന്ന് പറഞ്ഞ് സ്വാമിജിയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ സ്വാമിജി എനിക്കൊരു എഴുത്തെഴുതി. അന്ന് ഞാൻ നിന്നോട് വേണ്ടാന്ന് പറഞ്ഞു, പക്ഷേ ഇന്ന് ഏകനാഥ്ജി ഇല്ലാത്ത കാരണം അവർക്ക് ആവശ്യമാണ്, അതുകൊണ്ട് നീ സമർപ്പണം ചെയ്തോളൂ, എൻ്റെ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അതേമാതിരി തന്നെയാണ് ചിന്മയാനന്ദജിയും എനിക്ക് വളരെ ക്ലോസ് ആയിരുന്നു. എൻ്റെ ഒരു കസിൻ ബ്രദറാണ്. അപ്പോൾ അദ്ദേഹത്തിന് എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീയും ചെന്നോളൂ, ഞങ്ങളൊക്കെ ഇല്ലേ, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഓൾ അവർ ബ്ലെസ്സിങ്സ് ആർ വിത്ത് യു, നിമിത്തമാത്രം ഭവ സവ്യസാചിൻ എന്നുള്ള ശ്രീകൃഷ്ണൻ്റെ വാക്കുകളെ ഓർമ്മിച്ച് ഗോ ഹെഡ്, ഐ എം വിത്ത് യു ഒക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റേതായ ഭാഷയിൽ എന്നെ പിടിച്ച് അവിടെ കസേരയിൽ ഇരുത്തി. അങ്ങനെ ഞാൻ വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ പ്രസിഡൻ്റായി.
13 കൊല്ലത്തോളം പ്രസിഡൻ്റായിട്ട് തുടർന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കും കുറച്ച് വയ്യാതെയൊക്കെ ആയി തുടങ്ങി. പിന്നെ പരമേശ്വരൻജി ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ഒരു അനാഥത്വമൊന്നും വരാൻ പോണില്ല. അപ്പോൾ കസാല പതുക്കെ പരമേശ്വരജിയുടെ അടുത്തേക്ക് നീക്കിയിട്ട് ഞാൻ ഇറങ്ങി അവിടെ നിന്ന്. അപ്പോഴാണ് ഇവിടെ 1992 ഞങ്ങൾ ഭാരത പരിക്രമയ്ക്ക് വന്നപ്പോൾ ഇവിടെ ഈ പറമ്പുണ്ടല്ലോ, ഇപ്പം നമ്മളിരിക്കുന്ന സ്ഥലം, അതൊരു ഡോക്ടർ ശ്രീധർ പൈഡയായിരുന്നു. അപ്പം അദ്ദേഹം കുറച്ച് കാലം മുമ്പേ എൻ്റെ അടുത്ത് വന്നിങ്ങനെ പറയണ്ടേ, എനിക്ക് വിവേകാനന്ദൻ്റെ എന്തെങ്കിലും ഓർമ്മയ്ക്കൊന്ന് എൻ്റെ ആ സ്ഥലത്ത് വേണമെന്നുണ്ട്, വിവേകാനന്ദ കേന്ദ്രം ചെയ്യുമോ? അപ്പോൾ അന്ന് നമുക്ക് ആൾക്കാരൊക്കെ ഏകരാജിയുടെ മരണം കഴിഞ്ഞിട്ടുള്ള കാലമാണ്, കാലഘട്ടം. നമുക്കിങ്ങനെ ആത്മവിശ്വാസമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമായിട്ടുള്ളൂ. എവിടെയാണ് ആളൊന്നുമില്ല, നമുക്ക് കേരളത്തിൽ നിന്ന് നമുക്ക് വർക്കേഴ്സിനൊന്നും കിട്ടാനും ഇല്ല. അത് കാരണം നമ്മൾ ഇപ്പം അതിനെപ്പറ്റി ചിന്തിക്കില്ല പറഞ്ഞു. പക്ഷെ അദ്ദേഹം വിട്ടില്ല. ഞാനിവിടെ ഭാരത പരിക്രമയിൽ ഞാനാണ് ലീഡ് ചെയ്തിരുന്നത്. കൊടുങ്ങല്ലൂരിൽ നമ്മുടെ പബ്ലിക് ഫംഗ്ഷനിൽ ഡോക്യുമെൻ്റ് തന്നെ കൈ തന്നു ഡൊണേഷനായിട്ട്, ഈ പറമ്പ്, ഈ 1 ഏക്കർ സ്ഥലം. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വന്നത്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഏതായാലും നമുക്ക് സ്ഥാപനമില്ല, എന്നാൽ ഇവിടെ തന്നെ ചെല്ലു ദീദി എന്ന് പറഞ്ഞിട്ട് അവർ ഇത് ഡെവലപ്പ് ചെയ്തു. അങ്ങനെ 27 കൊല്ലമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ വിവേകാനന്ദ കേന്ദ്രം. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഞാൻ ഈ എങ്ങാനും വല്ലയിടത്തും പോയി വിളിച്ചെങ്കിലും എന്ന് വിചാരിച്ചിട്ടോ എന്താണെന്ന് അറിയില്ല, വിവേകാനന്ദ കേന്ദ്ര വേദിക് വിഷൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രസ്റ്റ് തുടങ്ങി ആജീവനാന്തം ചെയർമാനായിട്ട് എന്നെ വെക്കുക ചെയ്തത്. അങ്ങനെയാണ് ഇവിടെ വന്ന് പെട്ടത്. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് അതുകൊണ്ടാണ്. വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ സ്ഥാപനം വാസ്തവത്തിൽ മഹാന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത്, രംഗനാഥാനന്ദജി മാതിരിയുള്ളവരൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് വാസ് എ നീഡ് ഓഫ് ദി അവർ. എന്താ വെച്ചാൽ സ്വാതന്ത്ര്യം കിട്ടി, ആ സ്വാതന്ത്ര്യം കൊണ്ടു നടക്കാനുള്ള ആൾക്കാരെവിടെ എന്നാണ് വിവേകാനന്ദൻ എപ്പോഴും ചോദിക്കാറുള്ളത്. സ്വാതന്ത്ര്യമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നാളെ മേടിച്ചു തരാം, പക്ഷെ അത് കൊണ്ടു നടക്കാനുള്ള ചുണക്കുട്ടികൾ എവിടെ എന്ന് അദ്ദേഹത്തിന് വ്യാകുലതയുണ്ടായിരുന്നു. അപ്പോൾ കന്യാകുമാരിയിൽ വിവേകാനന്ദ ശിലാസ്മാരകം വന്നതിൻ്റെ പിന്നിൽ തന്നെ വലിയൊരു കഥയുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണത്. പലരും അതിനെ എതിർക്കാനായിട്ട് നോക്കി, ഹുമയൂൺ കബീർ മുതലായിട്ടുള്ളവരൊക്കെ. അപ്പോഴാണ് ഏകനാഥ്ജി സ്ഥാനത്തെത്തുന്നതും. ആദ്യം അതിൻ്റെ ഒരു ജോയിൻറ്റ് സെക്രട്ടറിയായി, പിന്നെ ഓർഗനൈസിങ് സെക്രട്ടറിയായി, പിന്നെ പതുക്കെ അത് മുഴുവൻ കയ്യിലെടുത്തു. അദ്ദേഹത്തിൻ്റെ ജീനിയസ്, അദ്ദേഹത്തിൻ്റെ ഫോർസൈറ്റ്, അദ്ദേഹത്തിൻ്റെ വിഷൻ അത്ഭുതമാണ്. അദ്ദേഹത്തിൻ്റെ ഇത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ തികച്ചും എതിർപ്പുണ്ടായിരുന്ന ഇതിനെയൊക്കെ മാറ്റി 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 എങ്ങനെ മുന്നോട്ട് പോയിട്ട് ആ ശിലാസ്മാരകം സമുദ്രത്തിൻ്റെ വക്കത്ത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു, പാറമേലെ സമ്മതിക്കില്ല എന്ന് വേറൊരു കൂട്ടർ പറഞ്ഞു. ഭക്തവത്സലം തീരെ എതിരായിരുന്നു. അവിടെയുള്ള കുറച്ച് നല്ലവർക്കായിരുന്നു ഒരാഗ്രഹം, സ്വാമിജിക്കുള്ള ഒരു സ്ഥാപനം അവിടെ വേണമെന്നുള്ളത്. ഏകനാഥ്ജി വന്നപ്പോൾ ഏകനാഥ്ജിക്ക് മനസ്സിലായി ഈ എതിരാളികളെയൊക്കെ നേരിടണമെങ്കിൽ ഒരു വഴിയുള്ളൂ, അതിനെ ഓൾ ഇന്ത്യ ലെവലിലേക്ക് ഉയർത്തണം. ഈ അന്ന് കേരളമാണല്ലോ, ഈ കേരളത്തിൻ്റെ ചുറ്റുവട്ടത്ത് നിന്നു എന്ന് വെച്ചാൽ അത് കേരളമല്ല, ഉണ്ട് അന്ന് അല്ലേ, മാറിക്കഴിഞ്ഞിരിക്കണം. കമ്മിറ്റി അധികം കേരളക്കാർ തന്നെയായിരുന്നു തോന്നുന്നുണ്ട്, കേരളീയരും. മന്നത്ത് പത്മനാഭനൊക്കെ ആയിരുന്നു. ഇവിടെ തന്നെ ഇങ്ങനെ ഒതുങ്ങി നിന്നാൽ ഇറ്റ് വിൽ നോട്ട് ഗ്രോ. അതുകൊണ്ട് എല്ലാ ആസ്പെക്ട്സും അദ്ദേഹം പഠിച്ചു. ദേവസ്വത്തിന് എന്താണ് പറയാനുള്ളത്, നാട്ടുകാർക്ക് എന്താ പറയാനുള്ളത്, എന്തുകൊണ്ടാണ് അവിടെ ഈ പ്രോബ്ലം വന്നത്, അതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി കുഴപ്പമൊന്നുമില്ല, വെറുതെ ഒരു കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ്. അപ്പോൾ അതിനെ ഓൾ ഇന്ത്യ ലെവലിലേക്ക് ഉയർത്താം വിചാരിച്ചു. അദ്ദേഹം ഡൽഹിയിൽ പോയി. അദ്ദേഹത്തിൻ്റെ നല്ലൊരു കൂട്ടുകാരനായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. ശാസ്ത്രിജിയോട് സംസാരിച്ചപ്പോൾ ശാസ്ത്രിജി പറഞ്ഞു, ഒരു കാര്യം ചെയ്തോളൂ, ഇപ്പോൾ ഏതായാലും പാർലമെൻറ്റ് കൂടിയിരിക്കുന്ന സമയമല്ലേ, കുറേ 19 പാർലമെൻറ്റ് മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വിവേകാനന്ദ സ്വാമിക്ക് വേണ്ടിയിട്ട് ഒരു സ്മാരകം ശിലമേൽ, വിവേകാനന്ദ ശിലമേൽ വേണമെന്നുള്ളൊരു ഇത് മേടിക്കാം നമുക്ക്, എന്നിട്ട് ഞാനത് പണ്ഡിറ്റ്ജിയുടെ മുമ്പിൽ വയ്ക്കാം. അപ്പോൾ അദ്ദേഹം വേണമെങ്കിൽ സമ്മതിക്കുമായിരിക്കും. ഏകനാഥ്ജിയിലെ ആൾ 2-3 ദിവസം പാർലമെൻറ്റിൽ പോയി രാവിലെ തൊട്ട് വൈകുന്നേരം ഇരുന്ന് അവരുടെ എല്ലാവരുടെയും സിഗ്നേച്ചർ മേടിച്ചു. ദാറ്റ് എ ശിലാസ്മാരകം ഷുഡ് കം ഇൻ ടു ബീയിങ് ഓൺ ദറ്റ് വിവേകാനന്ദ
ശില എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓരോരുത്തരെയും കണ്ട് അവരോട് സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്തിട്ട് ശാസ്ത്രിജിയെ കാണാൻ ചെന്നു. എന്താ ഏകനാഥ്ജി കുറച്ച് പേരെങ്കിലൊക്കെ സംഭവിച്ചോ? ഓ അതേ ഞെട്ടിപ്പോയി. എല്ലാ മെമ്പേഴ്സും ഒരാളെതിര് പറഞ്ഞില്ല. എല്ലാവരും യെസ് ദാറ്റ് ഈസ് എ നീഡ് ഓഫ് ദി അവർ. പിറ്റേ ദിവസം ശാസ്ത്രിജി പറഞ്ഞ ഇന്ന് തന്നെ പണ്ഡിറ്റ്ജിയെ കണ്ട് സംസാരിച്ചിട്ട് നാളത്തെ പേപ്പറിൽ പണ്ഡിറ്റ്ജി അതിനെ പറ്റിയിട്ട് ക്ലിയറായിട്ട് പറയുന്നു. പിറ്റേ ദിവസം പേപ്പറിൽ അതേമാതിരി പണ്ഡിറ്റ്ജിയുടെ ശിലാസ്മാരം അവിടെ വരണം, വിവേകാനന്ദ സ്വാമിക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് വന്നു. പിന്നെ ഞാൻ ആർക്കാ എതിർക്കാൻ സഹിക്കുക? അപ്പോൾ അങ്ങനെ അത് സമ്മതം കിട്ടി. ഇനി സമ്മതം കിട്ടാനല്ല അവിടെ എന്താ വരാൻ പോണേന്നുള്ളതാണ്. പദ്മ പണിതോളൂ എന്നുള്ള സമ്മതമാണ് കിട്ടിയിരിക്കുന്നത്. എന്താ അവിടെ പണിയാൻ പോണേന്നുള്ളതിൻ്റെ സമ്മതം കിട്ടിയിട്ടില്ല. അത് ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ വേണം. ഭക്തവത്സരം ഒരു 15 അടിയിൽ എന്തെങ്കിലും ഒരു ശില വെച്ചിട്ട് അത് സ്വാമിജിയുടെ പ്രതിമ വെച്ചോളൂ പറഞ്ഞു. കാറ്റും വെയിലൊക്കെ കൊണ്ട് ഉപ്പും കൊണ്ടാ പിന്നെ എന്തിനുള്ളത്. അപ്പം ഈ ഭക്തവത്സലത്തിനെ എങ്ങനെയാണെന്ന് മനം മാറ്റിയ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന് ആര് പറഞ്ഞാലും അദ്ദേഹം കൂട്ടാക്കുക. ഏകനാഥ്ജിയുടെ ഒരു ചാതുര്യം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആരോ പറയാം അദ്ദേഹത്തെ വലിയ ശങ്കരാചാര്യസ്വാമികളുണ്ടായിരുന്നല്ലോ കാഞ്ചീപുരത്തെ പരമാചാര്യൻ. അദ്ദേഹം പറഞ്ഞാൽ കേൾക്കും. പോയി അവിടേക്ക് പരമാചാര്യൻ്റെ അടുത്ത് പോയി ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ തൻ്റെ കയ്യിലുണ്ട് ചിത്രവും വരച്ചതും പ്ലാനും എല്ലാം കയ്യിലുണ്ട്. എന്നിട്ട് കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം വിവേകാനന്ദ സ്വാമിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടെമ്പിൾ തന്നെയാണ് വേണ്ടത്. പക്ഷെ അത് ടെമ്പിൾ ആവരുത്. ടെമ്പിളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ കലയിലുള്ള നല്ലതൊക്കെ കൂട്ടിച്ചേർത്ത് ശില്പകലാ ചാതുര്യോട് കൂടിയിട്ട് നമുക്ക് നല്ലൊരു സ്ട്രക്ചർ ഉണ്ടാക്കാം. സമ്മതം കിട്ടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ ഭക്തവത്സലത്തിനെ കാണാൻ പോയി. ഭക്തവത്സലത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം ഈ 15 അടി എന്നുള്ള എന്തെങ്കിലും നിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞു അല്ല അപ്പോൾ പരമാചാര്യർ പറയണത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. പരമാചാര്യർ പറഞ്ഞെന്നാൽ അത് തന്നെ നടക്കട്ടെ. അങ്ങനെ പരമാചാര്യർ പറഞ്ഞ മാതിരി ആ ശില രൂപം കൊണ്ടാൻ തുടങ്ങി. പൈസ എവിടുന്ന് ഇതൊക്കെ ഉണ്ടാക്കണ്ടേ? ഹിന്ദുക്കൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാൽ പൈസ വരുമോ? നമുക്ക് പൈസയില്ല കയ്യിൽ. സോ ഏകനാഥ്ജിയുടെ ജീനിയസാണ് അദ്ദേഹം. അതിനെ ഈ ഓൾ ഇന്ത്യ ലെവലിലേക്ക് അങ്ങോട്ട് ഉയർത്തി എല്ലായിടത്തും എല്ലാ സ്റ്റേറ്റിലും പോയി എല്ലാവരെയും കണ്ട് ബ്രോഡ്കാസ്റ്റ് വഴി, അന്ന് ടെലികാസ്റ്റ് ഇല്ല, ആൾക്കാരോടെല്ലാം പറഞ്ഞ് ₹1, 5 രൂപ, 10 രൂപ എന്നൊക്കെയുള്ള മാലത്തെ ടിക്കറ്റുകൾ ഉണ്ടാക്കിയിട്ട് ഭാരതത്തിൽ നിന്ന് മുഴുവനുമായിട്ട് എല്ലാവരെയും ഇറ്റ് ഹാസ് ടു ബി എ പീപ്പിൾസ് പ്രോജക്റ്റ്, ബൈ ദി പീപ്പിൾ ഫോർ ദി പീപ്പിൾ. അത് കാരണം ടാറ്റ ബിർള അവരൊക്കെ ഉണ്ട്, അവരുടെ അടുത്തൊക്കെ പോയി സാധിക്കും വേണമെങ്കിൽ, പക്ഷെ അത് പാടില്ല. എല്ലാവർക്കും തോന്നുന്നത് ഞാനിതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തോന്നുന്നു. എനിക്ക് വാസ്തവത്തിൽ അത് അനുഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുമ്പോഴേ ചിലപ്പോൾ വല്ല എങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞു വരെങ്കിൽ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ₹1 ടിക്കറ്റ് എടുത്ത് ചിലരൊക്കെ അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ചില ആർമി പീപ്പിളൊക്കെ 2-3 പേരങ്ങനെ ഞങ്ങൾ ₹1, 10 രൂപയൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് അഭിമാനത്തോടു കൂടി പറയുമായിരുന്നു. സോ ഹി വാണ്ടഡ് ടു മേക്ക് ഇറ്റ് ആസ് എ പീപ്പിൾസ് പ്രോജക്റ്റ്. എൻ്റെയാണെന്ന് നമുക്ക് എല്ലാവർക്കും തോന്നണം. അങ്ങനെയാണ് അതിന് രൂപം കൊണ്ടത്. പിന്നെ അത് രൂപം കൊണ്ട് വന്നു തുടങ്ങിയപ്പോൾ എൻ്റെ ഓൾ ഇന്ത്യ ലെവലിലുള്ള കീർത്തി വന്നു തുടങ്ങി. പിന്നെ ആർക്കും ഒന്നും ഇത് ചെയ്യാല്ലേ. പിന്നെ വന്ന ആൾ ഇയാളായിരുന്നല്ലോ, DMKയുടെ കരുണാനിധി ആയിരുന്നു. അപ്പോഴത്തേക്കും അവിടെയും പ്രസിഡൻറ്റ് ഗിരിയായി. അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിനിങ്ങനെ രൂപം കൊടുത്തപ്പോൾ മുതൽക്ക് ഇങ്ങനെ ഏകനാഥ്ജിയുടെ മനസ്സിലുള്ളൊരാഗ്രഹം, സ്വാമിജി സച്ച് എ ഡൈനാമിക് പേഴ്സൺ ഹു വാണ്ടഡ് ടു ട്രാൻസ്ഫോം ഇന്ത്യ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു അമ്പലം ഉണ്ടാക്കി വെച്ചു. കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വില പോവുകയായി. ഐ വോണ്ട് ടു മേക്ക് എ ലിവിങ് ടെമ്പിൾ ഫോർ ഹിം. അങ്ങനെയാണ് ആഗ്രഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിനെ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള കുറേ പേരെ സൃഷ്ടിച്ചെടുത്തിട്ട് ഒരു കേന്ദ്രം തുടങ്ങണം. അപ്പോൾ വിവേകാനന്ദ സ്വാമി എന്നെ ഷിക്കാഗോയിൽ പോയി അവിടേക്ക് പ്രസംഗം നടത്തുന്നതിന് മുമ്പ് തന്നെ പല എഴുത്തുകളൊക്കെ ഇങ്ങനെ അളസിംഗ പെരുമാൾ അവർക്കൊക്കെ അയക്കുന്ന സമയത്ത് അതിൽ എഴുതിയിട്ടുണ്ട്. 100,000 men and women fired with the zeal of holiness
Never to lions courage by their love for the poor and the fallen and the downtrodden should go over the land preaching the gospel of salvation, gospel of help എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ നല്ല ഇൻസ്പയറിങ് വരികളുണ്ട്. അപ്പോൾ അതിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏകനാഥജിയുടെ ഉള്ളിൽ. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി വൈ നോട്ട് വിവേകാനന്ദ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ചേർത്ത് രാജ്യസ്നേഹികളായിട്ട് ത്യാഗവും സേവനവും ഉൾക്കൊള്ളാൻ സന്യാസിമാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. ഇറ്റ്സ് എ നോൺ സന്യാസി ഓർഡർ. ഹി വാസ് വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് എ നോൺ സന്യാസി ഓർഡർ. അതുകൊണ്ടാണ് എനിക്കൊക്കെ ചേരാൻ പറ്റിയത്. സന്യാസി അടിച്ച് മുട്ടടിച്ച് തലയെടുക്കാൻ പലർക്കും വലിയ ഇഷ്ടമുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ആ സ്ഥാപനത്തിന് അദ്ദേഹം രൂപം കൊടുത്തു. കന്യാകുമാരി എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സായി. അന്നത്തെ നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്ന വലിയ വലിയ ആൾക്കാർ, അന്ന് ഗുരുജി ഗോൾവാൾക്കർജിയൊക്കെ ഉണ്ട്, രംഗനാഥാനന്ദജി ഉണ്ട്, ചിന്മയാനന്ദജി, അവരൊക്കെ കൊണ്ടുവന്ന് അവരുടെയൊക്കെ സമ്മതവും അനുഗ്രഹവും വാങ്ങി അദ്ദേഹം തന്നെ ഭാരതം മുഴുവൻ ചുറ്റി റേഡിയോയിലും പേപ്പറിലൊക്കെ ഇട്ട് ഇങ്ങനെ യുവതി യുവാക്കന്മാരെ ആവശ്യമുണ്ട് ഞങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെയൊക്കെ സ്വരൂപിച്ച് 100 പേരാണ് ആദ്യത്തെ ഇതിലൊക്കെ വന്നത് ആപ്ലിക്കേഷനൊക്കെ. പക്ഷേ 10-30 പേരേറ്റ് സെലക്ട് ചെയ്തുള്ളൂ. അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അപ്പോഴത്തേക്ക് ഇനി അവരെ എവിടെയെങ്കിലും ചെയ്യണ്ടേ, ഡിപ്ലോയ് ചെയ്യണ്ടേ. അപ്പോഴാണ് അരുണാചൽ പ്രദേശിൽ ഇത്തിരി ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അവിടെ ഒരുപാട് കൺവേർഷൻസും മറ്റതൊക്കെ നടന്നു കഴിഞ്ഞിട്ട് അപ്പോൾ ആദ്യം അവിടെ സ്കൂളുകൾ തുടങ്ങി, റെസിഡൻഷ്യൽ സ്കൂളുകൾ അവിടെ തുടങ്ങി. പിന്നെ അവിടുന്ന് അവിടെ തന്നെ അന്ന് അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് 7 സ്കൂളുകളോ മറ്റാണ് തുടങ്ങിയത്, റെസിഡൻഷ്യൽ സ്കൂളുകൾ. വളരെ വിഷമമായിരുന്നു, നടന്നൊക്കെ പോയിട്ട്. ഇപ്പോൾ പിന്നെ പ്ലെയിനും ഇതൊക്കെ ഉണ്ട്. അന്ന് നമ്മുടെ കുട്ടികളൊക്കെ നടന്ന് പോയിട്ടാണ് കാടിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് കുട്ടികളെ പിടിച്ചു കൊണ്ടുവരിക ചെയ്യുക. അവർക്കൊന്നും അറിയില്ല കുട്ടികളെ സ്കൂളിലൊക്കെ അയക്കണമെന്നുള്ളതേ. അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ആദ്യത്തെ സ്കൂളുകളൊക്കെ. പിന്നെ ഇന്നിപ്പോൾ നമുക്ക് ഏകദേശം ആ ഏരിയയിൽ ഒരു 100 സ്കൂളുകളോളം ഉണ്ട്. പക്ഷേ ഏകനാഥജി ഒന്നും കാണാനിരുന്നില്ല. അദ്ദേഹം സ്കൂളുകൾ തുടങ്ങി. അതിൻ്റെ ഇടയിൽ കുറച്ച് ഇപ്പോൾ ഈ നമ്മൾ സംസ്കാരവർഗം എന്നൊക്കെ പറയണ മാതിരി കുറച്ച് പേർക്ക് ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്, പിന്നെ പതുക്കെ ഒരു റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം തുടങ്ങി. ഞങ്ങളുടെ ഒരു സീനിയർ വർക്കറുണ്ട് കൃഷ്ണമൂർത്തിജി. അദ്ദേഹം ഈസ് എ വെരി ഗുഡ് സോഷ്യൽ വർക്കർ. അദ്ദേഹത്തിന് നല്ല വിഷനും അറിവും ഒക്കെ ഉള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഗൈഡൻസിലാണ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് തുടങ്ങി. പിന്നെ തന്നെ വേറെ അവിടെ ഒരു ലൈഫ് വർക്കർ വാസുദേവ് ജി, അദ്ദേഹം ഇത്തിരി നാച്ചുറൽ റിസോഴ്സസ് ഡെവലപ്മെൻറ്റുമായിട്ടൊരു തുടങ്ങി. കൊച്ചു ബാലവാടികൾ ചുറ്റും തുടങ്ങി. ആ കണ്ടീഷനിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഞാൻ ചെന്നിട്ട് മാർച്ചിൽ ഞാൻ ചെന്നു, ഓഗസ്റ്റിൽ അദ്ദേഹം നിര്യാതനായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതൊക്കെ ഒന്ന് ഉറപ്പിച്ച് വയ്ക്കുക. ബ്രാഞ്ച് സെൻറ്റേഴ്സ് തുടങ്ങി. ഭാരതത്തിൻ്റെ ഓൾമോസ്റ്റ് എവറി ഡിസ്ട്രിക്റ്റ് ഹാസ് 1 ബ്രാഞ്ച് സെൻറ്റർ. ഐ തിങ്ക് 100-ലധികം ബ്രാഞ്ച് സെൻറ്റേഴ്സ് ഉണ്ട് നമുക്ക്. ആൾക്കാരും വർക്കേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് പെട്ടെന്നൊരു ഐഡിയ തോന്നിയത്. 892 സ്വാമിജിയുടെ യാത്ര. ഇപ്പോൾ 1992 വരാൻ പോവുകയാണ്. നമ്മളതിനെ ഒന്ന് ഉപയോഗിച്ചിട്ട് സ്വാമിജിയുടെ മെസ്സേജ് നമുക്ക് ഭാരതത്തിൽ മുഴുവനും പരത്താൻ കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എവിടുന്നാണ് തുടങ്ങേണ്ടത്. ആദ്യം തന്നെ ഒരു യാത്രയുടെ രേഖ ഉണ്ടാക്കണം. കൽക്കട്ട മുതൽ കന്യാകുമാരി വരെ അദ്ദേഹം എവിടെയൊക്കെ പോയി, ആരെയൊക്കെ കണ്ടു, ആരോടൊക്കെ സംസാരിച്ചു, നമ്മൾ അതിൻ്റെ ഒരു രൂപരേഖ ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഉള്ളൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ തയ്യാറാക്കാനായിട്ട് ഞങ്ങൾ ഒരു വാണ്ടറിങ് മങ്ക് എക്സിബിഷൻ, അവിടെ കുറച്ചൊരു പ്ലോട്ട് ഉണ്ടായിരുന്നു കന്യാകുമാരിയിൽ. അത് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഗവൺമെൻറ് തിരിച്ചെടുക്കുന്നുള്ള സ്ഥലം വന്നു. അപ്പം അവിടെ എന്താ ചെയ്യാന്ന് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഒരു നല്ലൊരു എക്സിബിഷന് രൂപം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് വാണ്ടറിങ് മങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സിബിഷൻ ഉണ്ട് കന്യാകുമാരിയുടെ ഏറ്റവും അറ്റത്ത് തന്നെ. അതിന് രൂപം കൊടുത്തു. അപ്പോൾ അവിടെ വരുന്നവരൊക്കെ സ്വാമിജിയുടെ ഭാരതയാത്രയെ പറ്റി നല്ല വിവരണങ്ങളൊക്കെ കിട്ടും. പിന്നെ ഈ യാത്ര തുടങ്ങാനായിട്ട് വിചാരിച്ചപ്പോൾ അത് ഇത്തിരി വിഷമമാണ്. കൽക്കട്ട മുതൽ കന്യാകുമാരി വരെ 19 പേര് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ
അവരുടെ ഭക്ഷണം, താമസം, സൗകര്യം അതൊക്കെ വേറെ. അതിന് പുറമേ പരിപാടികൾ നമ്മൾ നടത്തുന്നത്. നമ്മളങ്ങനെ കാറും യാത്രയായിട്ട് പ്രൊസഷനായിട്ട് പോകാൻ പാടില്ല. അപ്പോൾ അവിടുത്തെ സ്കൂളുകൾ, അവിടെ ആരാണ് വെൽവിഷേഴ്സ്, ആരാണ് നമുക്ക് ഹോസ്റ്റ് ചെയ്യുക, അങ്ങനെ ഒരു ഇത് നടത്തണം വിചാരിച്ചിട്ട് ഒരു മേജർ ജനറൽ കുക്കററ്റി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ആർമിയിൽ നിന്നുള്ള ഒരു റിട്ടയർഡ് ജനറൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞാൽ ഐ വിൽ ഗോ റൗണ്ട് എന്നാണ്. അദ്ദേഹം 1-2 പേര് കേന്ദ്രത്തിൽ നിന്നുള്ളവരും കൂടിയിട്ട് ഒരു വലിയ സംരംഭം കൽക്കട്ടയിൽ നിന്ന് കാറിൽ വന്ന് നമ്മളിപ്പോൾ യാത്ര തുടങ്ങാൻ പോകുകയാണെങ്കിൽ ഏത് റോഡിൽ കൂടെ വരണം, ഏത് റോഡിൽ കൂടെ എത്ര ആൾക്ക് പോകാൻ സാധിക്കും, എവിടെയാണ് ഓവർ ഹെഡ് ബ്രിഡ്ജ് വരുന്നത്, ഇപ്പോൾ നമ്മൾ സ്റ്റാച്യു കൊണ്ടുപോവുകയാണെങ്കിൽ എവിടെ, ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഒക്കെ തയ്യാറാക്കിക്കൊണ്ട് ഒരു രൂപരേഖ തയ്യാറാക്കി യാത്രയുടെ. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മൾ ഓരോരോ സെൻറ്റേഴ്സിലും എവിടേക്കാണ് നമ്മൾ നിൽക്കാൻ പോകണം അവിടെയൊക്കെ പോയി അവിടെ ഒരു ലോക്കൽ കമ്മിറ്റി ഉണ്ടാക്കി അവരോട് ഇന്ന സമയത്ത് യാത്ര വരും, അവർക്ക് ഇന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം, താമസം, സൗകര്യം എല്ലാം ചെയ്തു കൊടുക്കണം. അങ്ങനെ അതിമനോഹരമായിട്ടുള്ളൊരു രൂപരേഖ തയ്യാറാക്കി. എന്നിട്ട് 1992 ജനുവരി 12 കൽക്കട്ടയിൽ നിന്ന് ആ യാത്ര ആരംഭിച്ചു. 50 വളണ്ടിയേഴ്സ്, 9 വെഹിക്കിൾസ്, അതിൽ ഒരു വെഹിക്കിള് സ്റ്റാച്യു, സ്വാമിജിയുടെ സ്റ്റാച്യു ആയിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ അപ്പോൾ ഞാനന്ന് ഇത്രയും വലിയ യാത്ര ചെയ്യണമെന്ന് അവർക്കാർക്കും വലിയ ഇഷ്ടമില്ലായിരുന്നു. ദീദി ഇങ്ങനെ 347 ദിവസത്തെ യാത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ വിചാരമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചു എന്നറിയോ? ഒരു October 31 ഐ തിങ്ക് ഏർലി മോർണിംഗ് ഐ ഹാഡ് എ ഫോൺ കോൾ. അപ്പോൾ ഇതിൻ്റെ മുഴുവനും ചാർജ് വഹിച്ചിരുന്നത് മേജർ ജനറൽ കുക്കററ്റിയാണ്, എല്ലാം പ്ലാൻ ചെയ്തതും യാത്രയൊക്കെ. അന്ന് പെട്ടെന്ന് രാവിലെ എനിക്ക് ഡൽഹിയിൽ നിന്നൊരു കോള് വരുന്നു, അനിൽ ബത്ര നമ്മുടെ ഫ്രണ്ട്, ദീദി ജനറൽ കുക്കററ്റി പാസ്ഡ് അവേ, ഹാർട്ട് അറ്റാക്കായിട്ട്. അത് ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മറ്റേ ചെവിയിൽ വേറൊരു ഹൃദയത്തിൻ്റെ ഒരു വിളി, ഇത് നിനക്കാണ് ചെയ്യാനുള്ളത്, ഇത് വേറെ ആരെയും ഏൽപ്പിക്കാനുള്ളതല്ല എന്ന് എൻ്റെ ഗുരുദേവൻ എന്നോട് പറയുന്നതുമായിട്ടുള്ളൊരു ഉൾവിളി. അപ്പോൾ വെളിച്ചായി ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നോക്കൂ, ഇനി ദർ ഈസ് നോ ഗോയിങ് ബാക്ക്. ഇറ്റ് വാസ് ആസ് ദോ മൈ ഗുരു ഹാസ് കമാൻഡഡ് മീ, നീ തന്നെ ഈ യാത്ര ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ യാത്രയിൽ മുഴുവൻ പങ്കെടുക്കും, നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ശരി, സ്വാമിജി എനിക്ക് അതിന് വേണ്ട ആരോഗ്യമൊക്കെ തരും എന്ന് പറഞ്ഞിട്ട് ആ 347 ദിവസം 20,000 കിലോമീറ്റർ 600 ചില്ലാനം ലെക്ചേഴ്സ്, ഹിന്ദി, തമിഴ്, മലയാളം, ഇംഗ്ലീഷ് എല്ലാ ഭാഷകളിലും സംസാരിച്ചുകൊണ്ട് ഈ ഒരു നല്ല സംഘം 50 പേര്. അപ്പോൾ ഓരോരോ സെക്ഷനായിട്ട് തിരിച്ചു ഇന്ത്യയെ. ഇപ്പോൾ ഈ സുധാരണയ്ക്ക് ഇരുന്നത് ജയ്പൂർ സെക്ഷനാണ്, ചിലർ ബംഗാളികളിൽ കൂടുതലുള്ള ബംഗാളിയുള്ള സെക്ഷൻ, ഗുജറാത്ത്, അങ്ങനെ നമ്മൾ ആ യാത്രയുടെ പരിപാടി മുഴുവനും അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് അന്ന് പ്രസിഡൻറ്റ് വെങ്കട്ടരാമനായിരുന്നു പ്രസിഡൻറ്റ്. അദ്ദേഹം തന്നെ നമ്മളെ രാഷ്ട്രപതിമാനിലേക്കൊക്കെ വിളിച്ച് റിസപ്ഷനൊക്കെ തന്നു. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള രാമകൃഷ്ണ മിഷൻ പോലും ചിന്തിക്കാത്തതായിട്ടുള്ള ഒരു വലിയ പരിപാടി. നമുക്കുള്ള ആരാ ലാസ്ലൻ ട്യൂബ്രോ ആണോ അതോ ആരൊക്കെ എനിക്ക് മറന്നുപോയി ഇപ്പോൾ, വണ്ടി വെഹിക്കിൾസൊക്കെ തന്നു. അതിഗംഭീരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു അതിൽ പങ്കെടുത്തവർക്കൊന്നും ജീവിതത്തിൽ മറക്കാൻ സാധിക്കാത്തതായിട്ടുള്ളത്. രാവിലെ 3 മണി 4 മണി ആകുമ്പോഴത്തേക്ക് വേണ്ടിയിട്ട് നമ്മളൊക്കെ തയ്യാറായി തുടങ്ങും യാത്ര. ബ്രേക്ക്ഫാസ്റ്റിന് ഏതെങ്കിലും ഒരു പോയിന്റിലെത്തും, അവിടെ ഒരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ടാവും, അവിടെ ഒരു കമ്മിറ്റി ഉണ്ടാവും, അവർ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരും. അവിടുന്ന് പിന്നെ പോകും. അപ്പോഴത്തേക്കൊരു ടൗണിൽ എൻ്റർ ചെയ്യുമ്പോൾ അവിടുത്തെ ആൾക്കാർ പ്രൊസഷനൊക്കെ തയ്യാറായി നിൽക്കുന്നുണ്ടാവും. അവിടുന്ന് അങ്ങോട്ട് ഒരു പ്രൊസഷൻ, അത് കഴിഞ്ഞിട്ട് അവിടുത്തെ 3-4 സ്കൂളുകളിൽ പോവുക. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി പോയി കഴിഞ്ഞിട്ട് വലിയൊരു ഘോഷയാത്ര, ആ ഘോഷയാത്രയ്ക്ക് തയ്യാറായിട്ടുള്ള പബ്ലിക് ഉണ്ടാവും അവിടെ. അങ്ങനെ എല്ലാ സ്റ്റേറ്റുകളിൽ കൂടി നമ്മളിങ്ങനെ കടന്നു, എല്ലാ സ്റ്റേറ്റും പറഞ്ഞാൽ സ്വാമിജി യാത്ര ചെയ്ത് കൽക്കട്ടയിൽ നിന്ന് തുടങ്ങി ബീഹാറാണ് പിന്നെ അവരുടേതുണ്ട്. കൽക്കട്ട, ബീഹാർ, UP, ഡൽഹി, രാജസ്ഥാൻ, ഗുജറാത്ത്, അങ്ങനെ വന്നിട്ട് കന്യാകുമാരിയിൽ 25-ാം തീയതി യാത്ര സമാപിച്ചു. അതിൽ മുഴുവനും പങ്കെടുക്കാനും സ്വാമിജിയുടെ മെസ്സേജ്
പകർന്നു കൊടുക്കാനുള്ള എന്തെന്നില്ലാത്തതായിട്ടുള്ളൊരു അനുഗ്രഹം എനിക്ക് കിട്ടുകയുണ്ടായി. അത് കഴിഞ്ഞ് കന്യാകുമാരിയിലെത്തി. അപ്പോഴത്തേക്കും വേൾഡ് പാർലമെൻറ്റ് ഓഫ് റിലീജിയൻസിൻ്റെ സെൻറ്റിനറിയായി. അപ്പോൾ അതിനുള്ള ഇൻവിറ്റേഷൻ കിട്ടി സെൻറ്റിനറിയിൽ പങ്കെടുക്കാനായിട്ട്. വാസ്തവത്തിൽ 3 കൂട്ടരാണ് സെൻറ്റിനറി അറേഞ്ച് ചെയ്തിരുന്നത്. ഒന്ന് ദി ഓൾഡ് സെൻറ്റിനറി കമ്മിറ്റി, ഷിക്കാഗോ പാർലമെൻറ്റ് വേൾഡ് റിലിജൻ നടത്തിയ അന്നത്തെ ആ കമ്മിറ്റിക്കാരുടെ സെൻറ്റിനറി സെലിബ്രേഷൻ. അത് വാഷിങ്ടണിൽ അല്ല, അത് ഷിക്കാഗോയിൽ വെച്ചിട്ട്. വിശ്വ ഹിന്ദു പരിഷത്ത് വേൾഡ് ഹിന്ദു ഓർഗനൈസേഷനായിട്ട് അത് വാഷിങ്ടണിൽ വെച്ചിട്ട്. രാമകൃഷ്ണ മിഷൻ കൽക്കട്ടയിൽ വെച്ചിട്ട്. അതിൽ 3ലും പങ്കെടുക്കാനും ഷിക്കാഗോയിൽ പോയി പ്രസംഗിക്കാനും വാഷിങ്ടണിൽ പോയി പ്രസംഗിക്കാനും അതിനൊക്കെയുള്ള ഒരു ഭാഗ്യം കിട്ടേണ്ടേ. മാത്രമല്ല, നീ വേറൊരു എന്താ പറയണ്ടേ, ഗുരു അനുഗ്രഹിച്ചാൽ ഞാൻ പറയും, ഞാൻ എൻ്റെ ഒരു ജീവിതകഥ എഴുതുകയാണെങ്കിൽ അതിന് എന്താ ഞാൻ ടൈറ്റിൽ കൊടുക്കുക? അപാര മഹിമ ഗുരുമഹിമ. ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന 10 സെൻറ്റിനറി സെലിബ്രേഷൻസ് ഉണ്ട്. ആ 10ലും പങ്കെടുത്തേക്കണം ഒരേ ഒരു വ്യക്തി ഞാൻ മാത്രമായിരിക്കും. 1863 സെൻറ്റിനറി 963. അന്ന് ഞാൻ മദ്രാസിൽ സ്റ്റുഡൻ്റാണ്. ഞങ്ങളൊരു ബാച്ച് സ്റ്റുഡൻറ്റ് പോയി ബേലൂർ മഠിലൊക്കെ താമസിച്ച് അതിൽ പങ്കെടുത്തു. സമാധി 1902, സെൻറ്റിനറി 2002. എന്നാൽ കന്യാകുമാരിയിൽ നമ്മൾ ആഘോഷിക്കുകയുണ്ടായി. അദ്ദേഹം കൊളംബോയിൽ വന്നിറങ്ങിയപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള രാമേശ്വര യാത്ര, അവിടെ നിന്നുള്ള 9 ദിവസത്തെ യാത്ര, അങ്ങനെ എന്തെന്നില്ലാത്തതായിട്ടുള്ള ഒരു അനുഗ്രഹം ജീവിതത്തിൽ കിട്ടി. അതുകൊണ്ടൊക്കെയാണ് പിന്നെ തോന്നിയത് ഇനി ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടട്ടെ, ഞാനും അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരിക്കട്ടെ എന്ന് തോന്നിയിട്ടാണ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത്.